ഇന്ത്യൻ സേനയ്ക്ക് കരുത്ത് പകരുന്ന വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-03 ഭ്രമണപഥത്തിലെത്തിച്ചിരിക്കുകയാണ് ISRO. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 MS റോക്കറ്റാണ് 4400 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ വിജയകരമായി ലക്ഷ്യത്തിലെത്തിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വൈകിട്ട് 5:26 ഉപഗ്രഹവുമായി റോക്കറ്റ് കുതിച്ചുയർന്നു. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ വിക്ഷേപണം നടന്നു. 24 മണിക്കൂർ നീണ്ടുനിന്ന കൗണ്ട് ഡൗണിന് ശേഷമാണ് 43.5 മീറ്റർ നീളമുള്ള മാർക്ക് 3 M5 റോക്കറ്റ് കുതിച്ചുയർന്നത്. വിക്ഷേപിച്ച് 20 മിനിറ്റിനുള്ളിൽ CMS-03 ഉപഗ്രഹം റോക്കറ്റിൽ നിന്ന് വിജയകരമായി വേർപെട്ട് ഭ്രമണപഥത്തിലെത്തി. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് ഉപയോഗിച്ച ബാഹുബലി എന്നറിയപ്പെടുന്ന LVM-3 M5 റോക്കറ്റാണ് വിക്ഷേപണത്തിന് ഉപയോഗിച്ച വാഹനം. 5, 4, 3, 2, 1, 0. S200 motors ignited plus 5 seconds. S200 बूस्टर्स का सफलतापूर्ण प्रज्वलन और LVM-3 M5 का उत्थापन द्वितीय प्रमोचन मंच से. CMS വഹിച്ചുകൊണ്ട് ബാഹുബലി കുതിച്ചുയർന്നു. നാവികസേനയുടെ ഉപഗ്രഹക്കരുത്ത് ഇതോടുകൂടി വെളിവായിരിക്കുന്നു. ഇന്ത്യൻ മണ്ണിൽ നിന്നുള്ള ഏറ്റവും ഭാരമേറിയ ഒന്നാണ് ഇത് എന്നത് അതിനെ സവിശേഷവുമാക്കുന്നു. ISROയുടെ ആശയവിനിമയ ഉപഗ്രഹമാണ് CMS-03. അത് വിജയകരമായി വിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ളത് ആഹ്ലാദകരമായിട്ടുള്ള കാര്യവുമാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ആ വിക്ഷേപണം വിജയകരമായി പൂർത്തിയായതിൻ്റെ ആഹ്ലാദകരമായ ദിവസമാണ് ഈ ഞായറാഴ്ച. നാവികസേനയ്ക്കായുള്ള നിർണായകമായിട്ടുള്ള വാർത്താവിനിമയ ഉപഗ്രഹമായിട്ടുള്ള CMS-03നെയും വഹിച്ചുള്ള LVM-3 റോക്കറ്റാണ് വൈകിട്ട് 5:26 കുതിച്ചുയർന്നത്. ഭാരം നോക്കുക, ഏകദേശം 4410 കിലോഗ്രാം ഭാരം. അത്രയും ഭാരമുള്ള ഈ ഉപഗ്രഹം ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിച്ചിരിക്കുന്ന ഏറ്റവും ഭാരമേറിയതാണ് എന്നുള്ളതും സവിശേഷമായ പ്രാധാന്യമറിയിക്കുന്നു. ബാഹുബലി എന്ന പേര് ഇന്ത്യൻ സിനിമയിലെ ജനപ്രിയമായ ഒരു ചലച്ചിത്രത്തിൻ്റെ നായകൻ്റെ പേര് തന്നെ ഇതിന് നൽകിയിരിക്കുന്നു. അങ്ങനെ ബാഹുബലി എന്ന് വിളിക്കപ്പെടുന്ന LVM-3 റോക്കറ്റിലാണ് ഉപഗ്രഹം കുതിച്ചത്. ഇതോടുകൂടി എന്താണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്നാണെങ്കിൽ, പ്രതിരോധ മേഖലയിലെ ആശയവിനിമയത്തിനായി നമ്മൾക്ക് ഇത്രയും കാലം പല ഘട്ടങ്ങളിലായിട്ട് വിദേശ ഉപഗ്രഹങ്ങളെ ആശ്രയിക്കേണ്ടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇനി മുതൽ പ്രതിരോധ മേഖലയിലെ ആശയവിനിമയത്തിനായി വിദേശ ഉപഗ്രഹങ്ങളെ ആശ്രയിക്കേണ്ടതില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ ദേശീയ സുരക്ഷയെ വർദ്ധിപ്പിക്കുമെന്നുള്ള വിലയിരുത്തൽ വരുന്നു. NVS-02 ഉപഗ്രഹത്തിൻ്റെയും റിസാറ്റ് ഉപഗ്രഹത്തിൻ്റെയും വിക്ഷേപണം ISROയെ സംബന്ധിച്ചിട്ട് പരാജയമായിരുന്നു. അത് നിരാശാകരമായ ഓർമ്മയായിരുന്നു, ദുഃഖകരമായ ഓർമ്മയായിരുന്നു. പക്ഷേ ISROയുടെ ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെ പരാജയപ്പെട്ട വിക്ഷേപണങ്ങളുടെ ഒക്കെ ചരിത്രത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ കുതിച്ചുയർന്ന് സ്വന്തം പരാജയങ്ങളുടെ ചാരത്തിൽ നിന്ന് വിജയങ്ങളുടെ കുതിപ്പിലേക്ക് വിക്ഷേപണത്തിൻ്റെ വിജയകരമായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ISROയെ സംബന്ധിച്ചിട്ട് ഇന്നത്തെ വിക്ഷേപണം അതുകൊണ്ട് തന്നെ നിർണായകവും ആയിരുന്നു. ആ നിർണായകമായിട്ടുള്ള വിക്ഷേപണം വിജയകരമായി തീർന്നു എന്നുള്ളതാണ് ഈ വാർത്തയെ ഇന്നത്തെ സവിശേഷമായ പോസിറ്റീവായ ഒരു ന്യൂസായി നമ്മുടെ മുന്നിലേക്ക് നിർത്തുന്നത്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്നുള്ള നിലയ്ക്കും ഈ വാർത്തയെ നമ്മൾക്ക് കാണാൻ കഴിയും. അത് ഇന്ത്യൻ സേനയ്ക്ക് കരുത്തു പകരുന്നു. അഭിമാനത്തിൻ്റെ ആകാശം അത് സ്പർശിച്ചിരിക്കുന്നു. സൈനിക വാർത്താവിനിമയ ഉപഗ്രഹം എന്നുള്ള നിലയ്ക്ക് CMS-03 ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചതിനെ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും പാകിസ്ഥാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങളും വലിയ താല്പര്യത്തോടെയും ആശങ്കയോടും കൂടിയുമായിരിക്കും കണ്ടിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പുതിയ വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-03ൻ്റെ ഈ വിക്ഷേപണം. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ജിയോ സിങ്ക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് വിക്ഷേപിച്ചിരിക്കുന്ന എക്കാലത്തെയും ഭാരം കൂടിയ ഉപഗ്രഹമാണ് എന്നുള്ളതാണ്.
വലിയൊരു ബോംബ് ഭീഷണിയുടെ വാർത്ത ഇപ്പോൾ വരുന്നു. മാന്നാറിൽ നിന്ന് പരുമലപ്പള്ളിയിൽ ബോംബ് ഭീഷണി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. പരുമലപ്പള്ളിയിൽ ബോംബ് ഭീഷണി, പക്ഷേ അത് വ്യാജ ബോംബ് ഭീഷണിയാണ് എന്ന് ഇപ്പോൾ തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കുക. ആ വ്യാജ ബോംബ് ഭീഷണി മുഴക്കിയ 17-കാരൻ പിടിയിലായിരിക്കുന്നു എന്നുള്ള വാർത്തയും, പരുമലപ്പള്ളിയിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് പോലീസിന് ഒരു സന്ദേശം ലഭിക്കുന്നു. ആ സന്ദേശം പിന്നീട് വ്യാജമാണ് എന്ന് മനസ്സിലാവുന്നു. ആ വ്യാജ സന്ദേശം അയച്ച 17-കാരൻ പിടിയിലായിരിക്കുന്നു. സംഭവം ഉണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് 2:15-ഓടെയാണ്. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ വരുന്നത്. മാന്നാർ പോലീസ് ഇൻസ്പെക്ടറുടെ ഔദ്യോഗിക മെയിലിലേക്കാണ് ഉച്ചയ്ക്ക് 2:15-ഓടുകൂടി ഈ ഭീഷണി എത്തിയത്. പരുമലപ്പള്ളിയിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഭീഷണി വന്നത്. 17-കാരൻ തൻ്റെ ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെ കൊണ്ട് പുതിയ മെയിൽ ID സൃഷ്ടിച്ച് അതിനുശേഷമാണ് ഈ ഭീഷണി സന്ദേശം മെയിലിലൂടെ അയച്ചത്. അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് പരുമലപ്പള്ളിയിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ഈ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ മാന്നാർ പോലീസ് സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടു. മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ D. രജീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഉടൻ തന്നെ ചീറിപ്പാഞ്ഞ് ജീപ്പുകളും മറ്റും പരുമലപ്പള്ളിയുടെ പരിസരത്തേക്ക് എത്തി അവിടെ നിന്ന് 17-കാരനായിട്ടുള്ള പ്രതിയെ പിടികൂടുകയായിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ പുതിയ തലമുറ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് പെരുമാറുന്നു എന്ന മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട സൈബർ വൈദഗ്ധ്യവും നേടുന്നു. കുഞ്ഞു പ്രായത്തിലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുമായിട്ട് ഇടപെടുന്ന ഇക്കാലത്തെ കൗമാരക്കാരും യൗവനത്തിലേക്ക് കടക്കുന്നവരും മറ്റുള്ള മുതിർന്നവരെക്കാൾ എളുപ്പത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളും സൈബർ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കാര്യങ്ങളും പഠിക്കുകയും അതനുസരിച്ച് തങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിലും രാജ്യത്തിൻ്റെ പുരോഗതിയിലും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അതിനേക്കാൾ കൂടുതലായി ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വ്യാജ ബോംബ് ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് സാമൂഹികമായിട്ടുള്ള ദുരാചാരങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു, സാമൂഹ്യ ദ്രോഹത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് കൂടി ഈ വാർത്തയെ കാണേണ്ടി വരുമോ? എന്തായാലും പരുമലപ്പള്ളിയിൽ വ്യാജ ബോംബ് ഭീഷണി മുഴക്കിയ 17-കാരനെ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പരുമലപ്പള്ളിയിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് പോലീസിന് വ്യാജ സന്ദേശം അയച്ച 17-കാരനാണ് പിടിയിലായിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:15-ഓടുകൂടി മാന്നാർ പോലീസ് ഇൻസ്പെക്ടറുടെ ഔദ്യോഗിക മെയിലിലേക്ക് ഭീഷണിയെത്തി. 17-കാരൻ തൻ്റെ ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെ കൊണ്ടൊരു പുതിയ മെയിൽ ID സൃഷ്ടിച്ച് അതിനുശേഷമാണ് ഈ ഭീഷണി മെയിൽ അയച്ചത്. സന്ദേശം എത്തിയ ഉടൻ തന്നെ മാന്നാർ പോലീസ് സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെടുകയും മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ D. രജീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ മിനിറ്റുകൾക്കകം പരുമലപ്പള്ളിയുടെ പരിസരത്ത് നിന്ന് 17-കാരനായിട്ടുള്ള പ്രതിയെ പിടികൂടുകയുമായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും ഈ 17-കാരൻ പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ള നിലയ്ക്ക്, ഒരു കുട്ടിയാണ് എന്നുള്ള നിലയ്ക്ക് ഏത് രീതിയിലാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയേണ്ടിയിരിക്കുന്നു. സാധാരണ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അത് ഒരു കൗതുകത്തിന് വേണ്ടി അയച്ചു, ഇങ്ങനെ ഒരു ബോംബ് ഭീഷണി സന്ദേശം അയച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കൗതുകത്തിൻ്റെ പേരിലാണ് അയച്ചത്. അത് ഇത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറയുന്നത് പ്രകാരം ഒരു താക്കീതോ മുന്നറിയിപ്പോ ഒക്കെ നൽകിക്കൊണ്ട് വിട്ടയക്കുന്ന ഒരു സമ്പ്രദായമാണ് ചരിത്രപരമായിട്ട് നമ്മുടെ മുന്നിൽ, നിയമ സംവിധാനത്തിന് മുന്നിലുള്ളത്. പ്രത്യേകിച്ചും പ്രായപൂർത്തിയാകാത്തവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ. എന്തായാലും വ്യാജ ബോംബ് ഭീഷണിയാണ്, പേടിക്കാനൊന്നുമില്ല. പരുമലപ്പള്ളിക്ക് ഒരു കുഴപ്പവുമില്ല. പരുമലപ്പള്ളിയുടെ പരിസരത്തുള്ളവർക്കോ അതിനകത്തുള്ളവർക്കോ ഒട്ടും തന്നെ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. വാർത്തകളിലേക്ക് നമ്മൾ തിരികെ എത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിച്ചുള്ള പരാമർശം നടത്തിയെന്നുള്ള വിവാദത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ തള്ളിയിരിക്കുകയാണ് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ആകാം, പക്ഷേ വ്യക്തി അധിക്ഷേപം നല്ലതല്ല. ഇക്കാര്യത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് കുറിച്ച് ആണാണോ പെണ്ണാണോ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു PMA സലാമിൻ്റെ അധിക്ഷേപം. മലപ്പുറത്ത് നടന്ന മുസ്ലിം ലീഗിൻ്റെ പരിപാടിയിലായിരുന്നു ആ വിവാദ പരാമർശം. മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അധിക്ഷേപ പരാമർശത്തിൽ PMA സലാമിനെ തള്ളിയിരിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ PK കുഞ്ഞാലിക്കുട്ടിയും. പാർട്ടിയുടെ രീതി ഇതല്ല. സലാമിനെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ തിരുത്തിയിട്ടുണ്ട്. നാക്കുപിഴ ആർക്കും സംഭവിക്കാമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.
എനിക്ക് ഉൾപ്പെടെ പറ്റാം, ആർക്ക് വേണമെങ്കിലും പറ്റാം. പറ്റിയ പാർട്ടിയെ തിരുത്തും അന്തസ്സോടുകൂടി. ഇപ്പം ഞങ്ങൾ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന പാർട്ടിയാണ്. യാതൊരു സംസാരം തിരുത്താനുള്ള ഏറ്റവും വലിയ അവകാശം പാർട്ടി പ്രസിഡന്റ് താങ്കൾക്ക് തന്നെയാണ്. താങ്കൾ തന്നെ ഇന്ന് സലാമിനെ തിരുത്തി, അതേപോലെ നാളെ എടുത്ത് വെട്ടി എന്നെ നിർത്തും. യാതൊരു സംശയവും വേണ്ട. പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു ഘട്ടം, പാർട്ടിയുടെ ഒരു അതൊട്ട് പാർട്ടി പോകും. അങ്ങനെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും സംസാരിച്ചാൽ അത് പാർട്ടി പ്രസിഡന്റ് അത് തിരുത്തും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ആണാണോ പെണ്ണാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുടെ അകത്ത് പ്രവർത്തിക്കുന്ന ഒരു മനഃശാസ്ത്രമാണ്. ആണായാലും പെണ്ണായാലും എന്താണ് കുഴപ്പം? ഇനി ആണുമല്ല പെണ്ണുമല്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണെങ്കിലും എന്താണ് കുഴപ്പം? ട്രാൻസ്ജെൻഡർ അടക്കമുള്ള ലിംഗഭേദങ്ങളും ലിംഗനീതിയും ഇതൊക്കെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ബോധ്യമായിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ആണും പെണ്ണും മാത്രമല്ല, ട്രാൻസ്ജെൻഡറുകൾ കൂടി പൗരാവകാശത്തോടു കൂടി ഭരണഘടനാനുസൃതമായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പല രാഷ്ട്രീയ നേതാക്കളും ആണും പെണ്ണും കെട്ട പ്രവൃത്തിയാണ് ഇത് എന്ന് പറയാറുണ്ട്. ആണും പെണ്ണും കെട്ട പ്രവൃത്തി എന്ന് പറയുന്നതിലൂടെ അവർ അപഹസിക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനാപരമായി പൗരന്മാരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയ ട്രാൻസ്ജെൻഡറുകൾ അടക്കമുള്ളവർക്കെതിരായിട്ടുള്ള പരിഹാസത്തിൻ്റെ രൂപത്തിലാണ്. അത് രാഷ്ട്രീയ നേതാക്കൾ പറയുമ്പോൾ അവരുടെ രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയമായി ശരിയില്ലായ്മയിൽ പ്രവർത്തിക്കുന്നുവെന്ന് പറയേണ്ടി വരും സ്വാഭാവികമായിട്ടും. പക്ഷേ ആ പരാമർശം നടത്തിയതിനെ എതിർത്തുകൊണ്ട് മറ്റൊരു വ്യക്തി ഇന്ന് നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ കൂടി കേൾക്കുക. അതാണ് ഇന്നത്തെ കൗണ്ടർ ഡയലോഗ്. ആ കൗണ്ടർ ഡയലോഗ് ആണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പരാമർശത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരെ അതിന് തുല്യമാണ് എന്ന് പറയാവുന്ന രീതിയിലുള്ള മറ്റൊരു വിമർശനം നടത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇടത് സഹയാത്രികനുമായ KS ഹംസ. ആൺകുട്ടികളുള്ള വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത ആളാണ് PMA സലാം എന്നാണ് ഒരു പരിഹാസം. ആദ്യം സലാം നന്നാവാൻ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചില പരിഹാസങ്ങൾ കൂടി നടത്തുകയുണ്ടായി. സലാം ഏത് വർഗത്തിൽപ്പെടുമെന്നാണ് ലീഗുകാർക്കടക്കം ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ നാട്ടിലിനെ അദ്ദേഹം ഒരു ആണും പെണ്ണും കെട്ടവനാണെന്ന അഭിപ്രായമുണ്ട്. പെൺകുട്ടികളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്ന് പറയാറുണ്ട്. ആൺകുട്ടികളുടെ വീട്ടിലും കയറ്റാൻ കൊള്ളാത്തവനാണ് ഈ സലാം. അത് ആ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, പാർട്ടിയിലും അറിയാം. അതൊക്കെ ആദ്യം അയാൾ നന്നാവട്ടെ, എന്നിട്ടല്ലേ ബാക്കിയുള്ള. കോഴിക്കോട് അദ്ദേഹത്തിന്റെ ഓഫീസ് ഉണ്ടായിരുന്നു. 8 മണി കഴിഞ്ഞാൽ ആ ഓഫീസ് ബാറാണ്. അദ്ദേഹം തന്നെ അന്ന് വേറെ പ്രസ്താവന ഉണ്ടായിരുന്നില്ല, ലീഗിനെ പിരിച്ചുവിടണമെന്നാ. മാത്രമല്ല തുണി മാടിക്കാണിച്ച് പറഞ്ഞു, ഇനി കുഞ്ഞാലിക്കുട്ടി നശിക്കാൻ പോകുന്ന ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് മാടിക്കാണിച്ചൊരിക്കുക. ഈ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം തലക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ജൽപ്പനങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ഭ്രാന്തും പറയും. ഒറ്റ വാക്ക് പറയാനുള്ളത്, അദ്ദേഹം ഉപയോഗിക്കുന്ന ചില വാക്കുണ്ട്. പച്ചയിലാണോ കളറിലാണോ പറഞ്ഞത് എന്ന് ചോദിക്കും. അത് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം എന്താ പറഞ്ഞത് എന്നുള്ളത്. പച്ചയിൽ പറഞ്ഞാൽ എന്താണ്, കളറിൽ പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അദ്ദേഹം ഈ പ്രയോഗം നടത്തിയപ്പോൾ എനിക്ക് തോന്നുന്ന കളറിലാണ് അദ്ദേഹം എന്നാണ് തോന്നുന്നത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ അധിക്ഷേപ പ്രസ്താവന, ആ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മന്ത്രി PA മുഹമ്മദ് റിയാസ് തനിക്കുള്ള പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും PK കുഞ്ഞാലിക്കുട്ടിയും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. PMA സലാമിൻ്റെ ഭാഷയാണോ അവർക്കും ഉള്ളത്? മറുപടി പറയണം, മന്ത്രി ആവശ്യപ്പെട്ടു. ഈ ഭാഷ തന്നെയാണോ അവരുടെയും ഭാഷ എന്നുള്ളത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും പറയട്ടെ. മുഖ്യമന്ത്രിയെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഉപയോഗിച്ച ഭാഷ, ആ ഭാഷയാണ് പാണക്കാട്ട് തങ്ങൾക്കും ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്കും മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ. ഞാനിപ്പോൾ അതിലെന്ത് പറയാൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഒരു മുഴം മുന്നേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുവെന്ന് പറയാം. 48 കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടു. KS ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. ജോൺസൺ ജോസഫ്, KSU വൈസ് പ്രസിഡന്റ് സുരേഷ് മുട്ടട, ത്രേസ്യാമ്മ തോമസ്, MS അനിൽകുമാർ തുടങ്ങിയവരടക്കമുള്ളവരുടെ പട്ടികയാണ് ഇന്ന് കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടത്. ഇനി ഇവരുടെ പ്രചാരണം ആരംഭിക്കാൻ പോവുകയാണ്. ഇവരുടെ വാഹന പ്രചാരണം നാളെ മുതൽ ആരംഭിക്കും. കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ് K മുരളീധരനായിരിക്കും വാഹന പ്രചാരണ യാത്ര നയിക്കുക എന്ന് നേതാക്കൾ സൂചിപ്പിച്ചു. വാഹന പ്രചാരണ ജാഥ ഉദ്ഘാടനം ചെയ്യുക പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കും. ഇനി ദുഃഖകരമായ ഒരു ദുരന്ത വാർത്തയാണ്. ഇരട്ട കുട്ടികൾ, ഇരട്ട സഹോദരങ്ങൾ
അവരുടെ പേര് രാമൻ എന്നും ലക്ഷ്മണൻ എന്നും. രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് ചിറ്റൂരിൽ ഇരട്ട സഹോദരങ്ങളെ മരിച്ച നിലയിൽ കണ്ടെത്തി. രാമൻ, ലക്ഷ്മണൻ എന്നിവരാണ് മരിച്ചത്. ഇരുവരെയും കാണാതായത് ഇന്നലെ മുതലാണ്. ചിറ്റൂർ സ്വദേശിയായ കാശി വിശ്വനാഥന്റെ മക്കളായ രാമൻ, ലക്ഷ്മണൻ എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 14 വയസ്സ് പ്രായമുള്ള ഇരട്ട സഹോദരന്മാരാണ് ഇരുവരും. കഴിഞ്ഞ ദിവസം വൈകുന്നേരം തൊട്ട് ഇരുവരെയും കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരും ഇന്നലെ വൈകുന്നേരം ഇലക്ട്രിക് സ്കൂട്ടറിൽ നാട് കാണാൻ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ കറങ്ങാൻ ഇറങ്ങിയതായിരുന്നു. തുടർന്ന് ഇവരെ കാണാനില്ല എന്നൊരു പരാതി അല്ലെങ്കിൽ കാര്യം വീട്ടുകാർ അറിയിക്കുന്നു. അതിന് പിന്നാലെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തുന്നത്. എന്നാൽ ഇന്നലെ ഒന്നും കുട്ടികളെ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് രാവിലെ ഇവരെ മരിച്ചതിൽ കണ്ടെത്തിയത്. ഈ കുളത്തിൽ നിന്നുമാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. കുളത്തിലെ പടവുകളിൽ നിന്നും രാമന്റെ വസ്ത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ കുളത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ആദ്യം ലക്ഷ്മണന്റെ മൃതദേഹം കണ്ടെത്തി. പിന്നാലെ തിരച്ചിൽ നടത്തിയപ്പോൾ രാമന്റെയും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇരുവർക്കും നീന്തൽ അറിയില്ല എന്നാണ് നാട്ടുകാരും വീട്ടുകാരും പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ മീൻ പിടിക്കാൻ ഇറങ്ങിയതാകാം എന്നാണ് ഒരു പ്രാഥമിക നിഗമനം. എന്തായാലും അതിനെക്കുറിച്ചും വ്യക്തത വന്നിട്ടില്ല. കുട്ടികൾ വൈകുന്നേരം, അതായത് ഇന്നലെ വൈകുന്നേരം തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്താൻ എത്തിയിരുന്നു. അവിടെ നിന്നാണ് ഇരുവരും യാത്ര തിരിച്ച് അല്ലെങ്കിൽ ഇരുവരും പിന്നീട് പോകുന്നത്. അതിനുശേഷമാണ് ഈ ഒരു കുളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയത് എന്നാണ് പ്രാഥമിക നിഗമനം. അതുപോലെ തന്നെ കുട്ടികൾ കുളത്തിലോട്ട് ഇറങ്ങുന്നത് ആരും തന്നെ കണ്ടിരുന്നില്ല, അത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ കുളത്തിൽ അല്ലെങ്കിൽ ഈ തിരച്ചിലേറെ വൈകാനുള്ള ഒരു കാരണവും ഇത് തന്നെയാണ്. കുളത്തിലെ കുട്ടികൾ ഇറങ്ങുന്നതായി ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്നില്ല. ഇന്ന് രാവിലെ ഇതുവഴി നടക്കാൻ ഇറങ്ങിയ ഒരാളാണ് ഈ കുട്ടിയുടെ വസ്ത്രം ഈ കുളത്തിലെ പടവുകളിൽ കണ്ടെത്തിയത്. തുടർന്നാണ് കുളത്തിലും അന്വേഷണം അല്ലെങ്കിൽ തെരച്ചിൽ നടത്തിയത്. അതിന് പിന്നാലെയാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും പാലക്കാട് ചിറ്റൂരിലാണ് സംഭവം. ഏറെ വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ്. ഇരട്ട സഹോദരന്മാരായ രാമൻ, ലക്ഷ്മണൻ എന്നിവർ മരണപ്പെട്ടിരിക്കുന്നു. ഇരുവർക്കും ഒരു സഹോദരിയും കൂടിയുണ്ട്. 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. ഈ 14 വയസ്സ് മാത്രമേ രണ്ടുപേർക്കും ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ലക്ഷ്മണന്റെ മൃതദേഹം കണ്ടെത്തുന്നു, പിന്നാലെ രാമന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം അല്ലെങ്കിൽ ഏറെ വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ് പാലക്കാട് ചിറ്റൂരിൽ നിന്നും വന്നിരിക്കുന്നത്. മറ്റൊരു ദുഃഖകരമായ വാർത്ത കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ നിന്നാണ്. ആ ബീച്ചിൽ 3 മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. പേരുവിവരങ്ങളാണ് ഇനി പറയുന്നത്. ബംഗളൂരു സ്വദേശികളായിട്ടുള്ള അഫ്നാൻ, റഹാനുദ്ദീൻ, അഫ്രാസ് എന്നിവരാണ് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ മുങ്ങി മരിച്ച 3 മെഡിക്കൽ വിദ്യാർത്ഥികൾ. ഇവർ കടലിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു. കുറച്ചു നേരം കുളിക്കുകയൊക്കെ ചെയ്തു. ആഹ്ലാദകരമായിട്ടായിരുന്നു അവരുടെ പെരുമാറ്റം. അതിനുശേഷം കുറച്ചു കഴിഞ്ഞപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മൊത്തം 8 പേരാണ് ഇവരിലുണ്ടായിരുന്നത്. 8 അംഗ സംഘമാണ് കുളിക്കാൻ ഇറങ്ങിയത്. അവരിൽ നിന്നാണ് ഈ 3 മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങി മരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയത്. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ നിന്നുണ്ടായ ദുരന്തം ആണ് ഇത്. 3 മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ബംഗളൂരു സ്വദേശികളാണ് ഈ 3 പേരും. അവരുടെ പേരുവിവരങ്ങൾ അഫ്നാൻ, റഹാനുദ്ദീൻ, അഫ്രാസ് എന്നിവരാണ്. ഇതിലുള്ളത് തെരുവുനായയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നുള്ള വാർത്ത. തെരുവുനായയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നുള്ള ഈ വാർത്ത വരുന്നത് ബംഗളൂരുവിൽ നിന്നാണ്. കേസെടുത്തിരിക്കുന്നു. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം നടപടിയെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ സംഭവം കർണാടകയിലെ ചിക്കനായകഹള്ളിയിലാണ് നടന്നിട്ടുള്ളത്. തെരുവുനായയെ യുവാക്കൾ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ള പരാതി ഉയർന്നിരിക്കുകയാണ്. കർണാടകയിലെ ചിക്കനായകഹള്ളിയിലാണ് നമ്മുടെയൊക്കെ മനസാക്ഷിയെയും നമ്മുടെയൊക്കെ സദാചാര ബോധത്തെയും ഒക്കെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ വാർത്ത വളരെ ഗൗരവത്തോടുകൂടി പോലീസ് കാണുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ പുരുഷന്മാരുടെ ഉള്ളിൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ലൈംഗികത അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ച വ്യാപകമാക്കുന്ന സംഭവമാണ്. കർണാടകയിലെ ചിക്കനായകഹള്ളിയിൽ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ അരികിൽ ഉള്ള ഒരു ഷെഡിലാണ്, ലേബർ ഷെഡ് എന്നാണിത് പറയപ്പെടുന്നത്, ആ ഷെഡിലാണ് നായക്കെതിരെ ഈ രീതിയിലുള്ള അതിക്രമം നടന്നിരിക്കുന്നത് എന്നാണ് ഒരു മൃഗസംരക്ഷണ പ്രവർത്തക പരാതിപ്പെട്ടിരിക്കുന്നത്. ആ മൃഗസംരക്ഷണ പ്രവർത്തകയുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ്
ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രകാരം മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത തടയൽ നിയമം, അതേപോലെ ജീവികൾക്കെതിരായിട്ടുള്ള അതിക്രമം, ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെ ചുമത്തിയിട്ട് ഈ അതിക്രമം നടത്തിയവർക്കെതിരെ കേസെടുത്തു എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ബെല്ലന്തൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ബന്തല്ലൂർ ഭാഗത്ത് പ്രവർത്തിക്കുന്ന, അവിടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു മൃഗസംരക്ഷണ പ്രവർത്തക അവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആ പരാതി ഇങ്ങനെയാണ്: അവർ ഈ മൃഗസംരക്ഷണ പ്രവർത്തക സ്ഥിരമായിട്ട് ഭക്ഷണം നൽകുന്ന ഒരു തെരുവുനായയുണ്ട്. ആ തെരുവുനായയുടെ പേര് മിലി എന്ന തെരുവുനായയാണ്. മിലി എന്നാണ് ഓമന പേരിട്ട് ആ നായയെ വിളിക്കാറുള്ളത്. അങ്ങനെ മിലി എന്ന പേരുള്ള ആ തെരുവുനായയെ ഒക്ടോബർ 13-ന് ഒരു കൂട്ടം പുരുഷന്മാർ ചേർന്ന് ലേബർ ഷെഡിൽ കൂട്ടബലാത്സംഗം ചെയ്യുന്നത് താൻ കണ്ടു എന്നാണ് ഈ മൃഗസംരക്ഷണ പ്രവർത്തക പറയുന്നത്. മിലി എന്ന് പറയുന്ന ഒരു പാവം നായ. ഈ പരാതിക്ക് പിന്നാലെ അവിടെയുള്ള 25-ലധികം CCTV ക്യാമറകളൊക്കെ പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ പരിശോധനയിലാണ് പോലീസ് ഈ നായയെ കണ്ടെത്തിയത് എന്ന് മാത്രമല്ല, നായയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവ് വന്ന നിലയിലായിരുന്നു. സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ലേബർ ക്യാമ്പിലും പരിസരത്തും താമസിക്കുന്നവരൊക്കെ നിരീക്ഷണത്തിലാണ്. പരിശോധനാ ഫലം എത്തിയ ശേഷം മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ എങ്ങനെ ചെയ്യാൻ പുരുഷന്മാർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ തെരുവിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടികളെയും മറ്റ് സ്ത്രീകളെയും ഒക്കെ പുരുഷന്മാർ അധിക്ഷേപിക്കുകയോ മറ്റ് ഉദ്ദേശത്തോടു കൂടി നോക്കുകയോ ചെയ്യുമ്പോൾ ആ പുരുഷന്മാർക്ക് നേരെ തിരിഞ്ഞു നിന്ന് നിൻ്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലേടാ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ നിൻ്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളും വീട്ടു മൃഗങ്ങളും വളർത്തുമൃഗങ്ങളും ഇല്ലേടാ, നായ്ക്കളും ഓമന മൃഗങ്ങളും ഇല്ലേടാ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുവോ എന്നാണ് ഈ വാർത്തയോട് പ്രതികരിച്ചുകൊണ്ടുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മളുടെ ഇൻ്റർനെറ്റിൽ, ഡാർക്ക് നെറ്റിൽ അടക്കം ഇപ്പോൾ മനുഷ്യരുമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ അതൃപ്തി വരികയും അത്തരം ദൃശ്യങ്ങൾ നിരന്തരമായിട്ട് ഫോണിൽ കണ്ട് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള മറ്റ് താല്പര്യങ്ങളുള്ള ദൃശ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയും അത്തരത്തിൽ മൃഗങ്ങളുമായിട്ട് വേഴ്ച നടത്താൻ കഴിയുന്ന രീതിയിലുള്ള കാഴ്ചകളിലേക്ക് വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടുന്നു അത്തരം സൈറ്റുകളിൽ എന്ന് ഡാർക്ക് നെറ്റുകളിലുള്ള പരിശോധനയും അതിനകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളും പരിശോധിക്കുന്ന സൈബർ സെല്ലിൻ്റെ പ്രധാനപ്പെട്ട വിഭാഗം അത്തരത്തിലുള്ള വലിയ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് വേണം ഒരു തെരുവുനായയിലൂടെയെങ്കിലും തങ്ങളുടെ ശാരീരിക താല്പര്യങ്ങൾ നിറവേറ്റാൻ സാമൂഹ്യദ്രോഹികളായിട്ടുള്ള ഒരു പറ്റം പുരുഷന്മാർ ശ്രമിച്ചിട്ടുള്ളത് എന്ന് വേണം കരുതാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ്. തെരുവുനായയുടെ പാവപ്പെട്ട മിലി എന്ന നായയുടെ സ്വകാര്യ ഭാഗത്തുണ്ടായിട്ടുള്ള മുറിവും മറ്റും പോലീസ് പരിശോധിക്കുന്നു. അവിടെ നിന്നുള്ള സ്രവങ്ങൾ പരിശോധിക്കുന്നു, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അതിലൂടെ ഈ സാമൂഹ്യദ്രോഹികളെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറുവശം എന്ന് പറയുന്നത്. അവരുടെ മുമ്പിൽ ഒരു തെരുവുനായ പെട്ടു. തെരുവുനായ അല്ലാതെ ഒരു പെൺകുട്ടിയോ ഒരു കൗമാരക്കാരിയോ ഒരു വിദ്യാർത്ഥിനിയെയോ ഒക്കെ ഈ രീതിയിൽ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് കണ്ടാൽ ഇത്തരത്തിലുള്ള സാമൂഹ്യദ്രോഹികൾ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ളതിൻ്റെ വലിയ ആശങ്കയുമുണ്ട്. ഡൽഹിയിലെ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നടന്ന കൂട്ടബലാത്സംഗവും അതിക്രൂരമായിട്ട് ആ ശരീരത്തോട് ആ അക്രമികൾ നടത്തിയ പെരുമാറ്റവും ബസ്സിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടതും അടക്കമുള്ള കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ നമ്മുടെ രാജ്യം ചർച്ച ചെയ്യപ്പെടുകയും അതിനെതിരെ പ്രതികരിക്കാനായിട്ട് സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗം അവിടേക്ക് അണിചേർന്നതുമൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ സ്മൃതിയിലും വിസ്മൃതിയിലുമുണ്ട്. അതൊക്കെ മറന്നുപോയിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. പക്ഷേ ഇപ്പോഴും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള പെരുമാറ്റങ്ങൾക്ക് വിധേയമാകാൻ പാകത്തിന് ഇവിടെ ഈ പറയുന്ന സാമൂഹ്യദ്രോഹികൾ നിലകൊള്ളുന്നു എന്നുള്ള ജാഗ്രതയാണ് ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തണം എന്നാവശ്യപ്പെട്ട് ഹർജി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചെന്നൈയിൽ ചേർന്ന പാർട്ടി യോഗത്തിൽ ആണ് ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ കേസിൽ സുപ്രീം കോടതി ഇതുവരെ വിധി പറയാത്തതിനാൽ അത് ജനാധിപത്യ വിരുദ്ധവും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധവുമാണ് എന്നാണ് യോഗം ആരോപിച്ചത്. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായ സമയം നൽകി സുതാര്യമായ രീതിയിൽ SIR നടപ്പാക്കണമെന്ന് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെട്ടു.
അത് ശരിയായില്ല. റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റ ആ ചടങ്ങിലേക്ക് ഇത്രയും കാലം അക്കാദമിയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് ജോലി നിർവഹിച്ച എന്നെ ക്ഷണിക്കാതിരുന്നതിൽ എനിക്ക് വിഷമം ഉണ്ട്. ഔദ്യോഗികമായിട്ട് ഒന്ന് ക്ഷണിക്കാമായിരുന്നു. ഈ വാക്കുകൾ ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രേംകുമാറാണ്, നടൻ പ്രേംകുമാറാണ്. നടൻ പ്രേംകുമാർ എന്നതിലുപരി കഴിഞ്ഞ ദിവസം വരെ ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു അദ്ദേഹം. റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായി ചുമതലയേറ്റ ചടങ്ങിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിന്നതല്ല താൻ എന്നാണ് താൽക്കാലിക അധ്യക്ഷ ചുമതല വഹിച്ചിരുന്ന പ്രേംകുമാർ ഇന്ന് പറഞ്ഞത്. ആരും തന്നെ ഒന്നും അറിയിച്ചിരുന്നില്ല, ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നുമില്ല എന്നും പ്രേംകുമാർ പറയുന്നു. തന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതും പുതിയ ആൾ ചുമതല ഏൽക്കുന്നതും അറിഞ്ഞുമില്ല. ഒരു മഹാപ്രതിഭയാണ് തനിക്ക് ശേഷം ആ ചുമതലയിലേക്ക് വന്നത്. റസൂൽ പൂക്കുട്ടിയെ ഉദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞു. ലോക സിനിമയിൽ മലയാളത്തെ എത്തിച്ച കലാകാരനാണ് അദ്ദേഹം. ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനാകുന്ന ആ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അറിയിപ്പോ ക്ഷണമോ ലഭിക്കാത്തതിനാൽ പങ്കെടുക്കാനായില്ല. ഇത് വലിയ മനോവിഷമം ഉണ്ടാക്കിയെന്നും പ്രേംകുമാർ പ്രതികരിച്ചു. പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതോടെ സാംസ്കാരിക വകുപ്പും സർക്കാരുമായുള്ള ഭിന്നതകളെ തുടർന്നാണ് പ്രേംകുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റിയത് എന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അത്തരം അഭ്യൂഹങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നും പ്രേംകുമാർ പറഞ്ഞു. ഇനി PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കരാറുമായി ധാരണാപത്രവുമായി ഒപ്പിട്ടതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് സംസ്ഥാനത്തിന് എന്തൊക്കെയാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള പ്രതീക്ഷ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. സംസ്ഥാനത്തിന് സമഗ്ര ശിക്ഷ കേരള ഫണ്ട് ലഭിക്കും എന്നാണ് പ്രതീക്ഷയെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയുമായുള്ള ചർച്ച ഗുണപരമായിരുന്നു. 10-ാം തീയതി നടക്കുന്ന തൊഴിൽ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ താൻ പോകുന്നുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവരുമായിട്ട് ചർച്ചയ്ക്ക് ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് മരവിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തിന് പിന്നാലെ കേരളത്തിന് ലഭിക്കാനുള്ള SSK ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞിരുന്ന കാര്യം ഓർമ്മിക്കുക. ഫണ്ടിൻ്റെ ആദ്യ ഗഡുവായ 319 കോടി രൂപ ഒക്ടോബർ 29-നാണ് ലഭിക്കേണ്ടിയിരുന്നത്. PM ശ്രീയിൽ ഒപ്പുവെച്ചതോടെ SSK ഫണ്ട് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കൊച്ചി ഇടപ്പള്ളിയിൽ താമസിക്കുന്ന ലക്ഷദ്വീപ് സ്വദേശിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. രോഗി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലാണ്. ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം ഓർക്കുക 65 പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 33 ആയിരിക്കുകയാണ്. പല കേസുകളിലും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് വലിയ ഒരു പ്രതിസന്ധിയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. കേരളം അതിദാരിദ്ര്യമുക്തമായി എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപനത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത പ്രതിപക്ഷത്തിന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്ന് നൽകിയ മറുപടി എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് പലതും അംഗീകരിക്കാൻ മടിയാണ് എന്നാണ്. സ്വിച്ചിട്ടപ്പോൾ ബൾബ് കത്തിയതുപോലെയല്ല പ്രഖ്യാപനത്തിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം വർക്ക് നടന്നു. ആ ടീം വർക്കിൻ്റെ ഫലമാണ് ഇപ്പോൾ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് എന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ ഭരണത്തിൽ സ്വിച്ചിട്ടപ്പോൾ ബൾബ് കത്തുന്നത് പോലെ പെട്ടെന്ന് വന്നതല്ല. ഇത് കുറേ കാലത്തെ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അതിൽ നെഗറ്റീവ് പറയുന്നതിനോട് വെറുതെ മറുപടി പറഞ്ഞ് സമയം കളയേണ്ടതില്ല. ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രഖ്യാപിച്ച സർക്കാർ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദരിദ്രൻ, അതിദരിദ്രൻ എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പരിഹസിക്കുന്നത്. അത്യാവശ്യത്തിന് പോലും സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല, നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല എന്ന് പറയാവുന്ന അവസ്ഥയ്ക്ക് തുല്യമാണ് എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. സംസ്ഥാനത്ത് ചെലവ് ചുരുക്കൽ നടക്കുന്നില്ല എന്നും കുഞ്ഞാലിക്കുട്ടി പരാതിപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും വലിയ ഒരു അതിദരിദ്രനുണ്ട്. ആ ദരിദ്രനായത് ജനങ്ങളെ മുഴുവൻ ബാധിക്കും. ആ അതിദരിദ്രൻ ഗവൺമെന്റാണ്. ഗവൺമെന്റിന്റെ കയ്യിൽ അത്യാവശ്യത്തിന് പോലും കാശില്ല. 90കളിൽ മന്ത്രിയായ കാലത്ത് മുതൽ ലോകം മുഴുവൻ പോയി പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേരളം ഒരു വേൾഡ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആണ്. ആയുർദൈർഘ്യം, ആരോഗ്യം, ലിറ്ററസി, അങ്ങനെ പലതും ഉണ്ട്. ആ നേട്ടങ്ങളൊക്കാലങ്ങളിൽ വർഷങ്ങളായി കേരളം കൈക്കൊണ്ട പ്രത്യേക രീതി കൊണ്ട് കൈവന്നതാണ്.
കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റ് സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷത്തിന് പിന്നിൽ ഗൂഢാലോചനയാണ് എന്ന് DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി ലഭിച്ചിരിക്കുകയാണ്. ഈ പരാതി അയച്ചിരിക്കുന്ന വ്യക്തി കർഷക കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് ബിജു കണ്ണന്തറയാണ്. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്രയ്ക്ക് അടക്കം ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഫ്രഷ് കട്ട് ഉടമകളുമായി യതീഷ് ചന്ദ്രയ്ക്ക് അടുത്ത ബന്ധമുണ്ട് എന്നും DIGക്ക് വ്യക്തിപരമായി ഈ കാര്യത്തിൽ താല്പര്യമുണ്ട് എന്നും പരാതിയിൽ ആരോപിക്കുന്നു. ഈവപ്പ് നടന്ന സംഭവം അടക്കം അന്വേഷിക്കണമെന്നാണ് പരാതിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. ഫ്രഷ് കട്ട് ഉടമകൾ കണ്ണൂരിലെത്തി യതീഷ് ചന്ദ്രയുമായി ചർച്ച നടത്തിയെന്ന് നേരത്തെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടിയിലെ നേതാക്കൾ ആരോപിച്ചിരുന്ന കാര്യം കൂടി ഈ വാർത്തയോടൊപ്പം പുറത്തു. ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ഓസ്ട്രേലിയയെ ഇന്ത്യ 5 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. 187 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 18.3 ഓവറിൽ ലക്ഷ്യം കണ്ടു. 49 റൺസ് എടുത്ത് വാഷിംഗ്ടൺ സുന്ദറാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ആയത്. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി അദാൻ എല്ലിസ് 3 വിക്കറ്റ് വീഴ്ത്തി. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 6 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസിനാണ് പുറത്തായത്. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ടിം ഡേവിഡും മാർക്കസ് ടോയ്നസും അർദ്ധ സെഞ്ചുറി നേടി. പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ വളരെയധികം ആവേശകരമായിരിക്കും. എന്തായാലും ഓസ്ട്രേലിയയുടെ മണ്ണിൽ സുന്ദരമായൊരു ഫിനിഷിംഗ് ആണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത് എന്ന് പറയാം. വാഷിംഗ്ടൺ ഒരു ഹിറ്റ്മാനായിട്ട് മാറി. ആ അർത്ഥത്തിലാണ് ഇന്ത്യയുടെ 5 വിക്കറ്റ് ജയത്തെ ഇപ്പോൾ ആഘോഷിക്കുന്നത്. ഹൊബർട്ടിലെ ബെല്ലറിയു ഓവലിൽ നടന്ന മൂന്നാം 2020 മത്സരത്തിലാണ് ഓസ്ട്രേലിയ ഉയർത്തിയ വലിയ ലക്ഷ്യത്തെ ഉജ്ജ്വലമായ പോരാട്ടത്തിലൂടെ മറികടന്ന് 5 വിക്കറ്റിന് ഇന്ത്യ ജയിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 6 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസ് എടുത്തപ്പോൾ വാഷിംഗ്ടൺ സുന്ദറിൻ്റെ പ്രകടന മികവിൽ, ആ പ്രകടന മികവ് എന്ന് പറയുന്നത് 23 പന്തിൽ 49 റൺസ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇന്ത്യക്ക് വേണ്ടി ജിതേഷ് ശർമ്മ 13 പന്തിൽ 22 റൺസ്. ആ മികവിലാണ് 9 പന്ത് ബാക്കി നിൽക്കെ ഇന്ത്യ വിജയം സ്വന്തമാക്കിയത്. ഓസ്ട്രേലിയൻ ബൗളിംഗ് നിര കളി കവർന്നെടുക്കും, ഇന്ത്യക്ക് മേൽ വിജയം നേടും എന്നൊക്കെ ഉറപ്പിച്ച ഒരു ഘട്ടത്തിലാണ് അവസാന ഓവറുകളിൽ ശക്തമായിട്ടുള്ള ആവേശകരമായിട്ടുള്ള ബാറ്റിംഗ് കാഴ്ചവെച്ചുകൊണ്ട് വാഷിംഗ്ടൺ സുന്ദറും ജിതേഷും ഇന്ത്യയെ പരമ്പരയിലെ ആദ്യ വിജയത്തിലേക്ക് നയിച്ചത്. 23 പന്തിൽ 4 സിക്സും 3 ബൗണ്ടറിയും വാഷിംഗ്ടൻ്റെ ബാറ്റിൽ നിന്ന് കുതിച്ചുയർന്ന കാര്യം ഇന്നത്തെ കളി കണ്ടവരെ സംബന്ധിച്ചിട്ട് ആവേശകരമായിട്ടുള്ള കാര്യമാണ്. സഞ്ജു സാംസന് ഇന്ന് കളിക്കാൻ അവസരം ലഭിച്ചില്ല. സഞ്ജു സാംസന്റെ ഇടം കവർന്നുകൊണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി പ്ലേയിങ് 11-ൽ ഇടം നേടിയ ജിതേഷ് ശർമ്മ അവസരത്തിനൊത്ത് ഉയർന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. സഞ്ജു സാംസന് അവസരം കിട്ടിയപ്പോൾ ആ അവസരത്തിനൊത്ത് ഉയരാൻ കഴിഞ്ഞില്ല. വലിയ നിരാശ ആയിരുന്നു ഫലം മുൻ മത്സരങ്ങളിലെന്ന് ഓർക്കുക. അതിൻ്റെ ഫലം ആണ് ഇന്ന് ആ സ്ഥാനത്തേക്ക് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് പ്ലേയിങ് 11-ൽ ജിതേഷ് ശർമ്മ ഇടം നേടിയത്. കിട്ടിയ അവസരം ജിതേഷ് ശർമ്മ അവസരത്തിനൊത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 ബൗണ്ടറിയാണ് ആ ബാറ്റിൽ നിന്ന്, ജിതേഷ് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് പറന്നത്. ഒപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ സഞ്ജു സാംസന് പകരമായിട്ട് സഞ്ജു സാംസന്റെ ഇടത്തിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് പ്ലേയിങ് 11-ൽ ഇടം നേടിയ ജിതേഷ് ശർമ്മ 4 ബൗണ്ടറി നേടിയെന്ന് മാത്രമല്ല വിജയത്തിൻ്റെ റൺ കുറിച്ചതും ജിതേഷ് ആയിരുന്നു എന്നുള്ളതാണ് അതിലെ ആവേശകരമായ കാര്യം. അപ്പോൾ 5 മത്സരങ്ങൾ അടങ്ങിയ ഈ പരമ്പരയിൽ 2 ടീമുകളും ഓരോ മത്സരം ജയിച്ചിരിക്കുന്നതോടുകൂടി 1-1 എന്ന നിലയിലായിരിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ കളി മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. നല്ല ബൗളിങ്ങുമായി ആതിഥേയരെ വരിഞ്ഞുകെട്ടി കളി തുടങ്ങിയ ഇന്ത്യ 4-ന് 73 റൺസ് എന്ന നിലയിലാണ് ഓസീസിനെ കുരുക്കിയത്. ന്യൂ ബോൾ എറിയുകയായിരുന്നു അർഷദീപ് സിംഗ്. ന്യൂ ബോൾ എറിയപ്പെട്ട അർഷദീപ് സിംഗ് 4-ാം പന്തിൽ ഓപ്പണർ ട്രാവിസ് ഹെഡിനെ പുറത്താക്കി. അടുത്ത വരവിൽ ജോഷ് ഇഗ്ലിസിനെയും മടക്കി അയച്ചു. അങ്ങനെ അർഷദീപ് ഇന്ത്യക്ക് മികച്ച തുടക്കം തന്നെയാണ് സമ്മാനിച്ചത് എന്നതാണ്. എന്തായാലും 3 വിക്കറ്റുമായി അർഷദീപ് തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച് ആയിരിക്കുന്നത്. ഇനി രഞ്ജി ട്രോഫി ക്രിക്കറ്റിലേക്ക് വരാം. കേരളത്തിനെതിരെ കർണാടകയ്ക്ക് വലിയ സ്കോറാണ്. 5 വിക്കറ്റിന് 586 റൺസ് എന്ന കൂറ്റൻ നിലയിലാണ് കർണാടക ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇരട്ട സെഞ്ചുറി നേടിയ കരുൺ നായരുടെയും
സ്മരൺ രവിചന്ദ്രൻ്റെയും ബാറ്റിംഗാണ് കർണാടകയ്ക്ക് കരുത്തായത്. കേരളത്തിന് വേണ്ടി ബേസിൽ NP 2 വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച കേരളം ബാറ്റിംഗ് തകർച്ച നേരിടുകയാണ്. രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 21 റൺസ് എന്ന നിലയിലാണ് കേരളം. ഇടവേള കഴിഞ്ഞ് വാർത്തകളിലേക്ക് തിരികെ എത്താം. ലാസർ ചേട്ടൻ നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി, ധനലക്ഷ്മി, ധനകാര്യത്തിന് ധനലക്ഷ്മി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. നിറമെഴുതിയ സുദിനം, പ്രിയകരം അതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുകണം. സ്വർണ്ണമുഖി സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മാർ ടവർ ബിൽഡിംഗ്, മണ്ണാടിയാർ ലെയിൻ, തൃശൂർ. സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. സ്കിൻ പ്ലോട്ട്, ചർമ്മ സംരക്ഷണത്തിന് ഒരു ഉത്തമ പ്രതിവിധി. ഇനി കരുതാം ഒരു വീട്ടിലൊരു സ്കിൻ പ്ലോട്ട്. ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും എഫിഷ്യൻസി, പ്രൊഫഷണലിസം മറ്റേ ഒരാൾക്കും നൽകാനാവില്ല. 19 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഹെയറോക്രാഫ്റ്റ് ഇന്ന് 23 ബ്രാഞ്ചസ് ആയിട്ട് ഓൾ ഓവർ ഇന്ത്യ പ്രവർത്തിക്കുകയാണ്. മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഹെയറോക്രാഫ്റ്റ്. ധനകാര്യ കാര്യങ്ങളിലും സാമൂഹ്യ പ്രവർത്തനത്തിലും ചെറുതും വലുതുമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ഇന്ന് സക്സസ് പാത്തിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. പത്ത് സംസ്ഥാനങ്ങളിലായി ഏകദേശം 150ഓളം ബ്രാഞ്ചുള്ള ധനകാര്യ സ്ഥാപനമായി മാറ്റുവാനായിട്ട് ഞങ്ങളുടെ മാനേജ്മെന്റിന് സാധിച്ചു. വിശക്കുന്ന അവരുടെ അടുത്തേക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ട് മറ്റുള്ള ആളുകൾക്ക് മാതൃകയാകുന്ന രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ധനലക്ഷ്മി ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. വളരെ യങ് ആയിട്ടുള്ള ടീമാണ് ധനലക്ഷ്മിക്ക്. അപ്പോൾ ഒരു ചേർത്ത് പിടിച്ചുകൊണ്ടൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ധനലക്ഷ്മിയുടെ ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള വളർച്ചയ്ക്ക് കാരണം. ആക്ച്വലി നെഗറ്റീവ് ഇമ്പാക്റ്റും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് തന്നെയാണ്. ഞാനെന്ന ഒരു വ്യക്തിനെ എത്ര ആളുകളിലേക്ക് എത്താൻ സാധിച്ചു. ഈവൻ അതുപോലെ തന്നെ ധനലക്ഷ്മി എന്ന് പറയുന്ന സ്ഥാപനം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ആളുകൾ മുഖാന്തരം വളരെ ഫാസ്റ്റായിട്ട് അവരിലേക്ക് എത്തി. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട് തന്റെ വിജയഗാഥ സക്സസ് പാത്തിലൂടെ പങ്കുവയ്ക്കുന്നു. ഞായറാഴ്ച രാത്രി 8:30 കേരള വിഷൻ ന്യൂസ് ചാനലിൽ. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നമ്മൾക്ക് പത്തനംതിട്ട ജില്ലയിലെ കോന്നി അച്ചൻകോവിൽ റോഡിലേക്കൊന്ന് പോകാം. വനം വകുപ്പിൻ്റെ നിയമങ്ങൾ ഒരു സമൂഹത്തിൽ പലരെയും എങ്ങനെ ബാധിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് അച്ചൻകോവിൽ റോഡ്. വനത്തിൽ കൂടി 37 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിൻ്റെ കട്ടിംഗ് തകർന്നിട്ട് കാലം കുറച്ചായി. ഇത് പരിഹരിക്കാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലയോര മേഖലയായ കോന്നിയുടെ മടിത്തട്ടിലാണ്. കോന്നി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് വന്യമൃഗങ്ങളുടെ ശല്യമാണ്. പക്ഷെങ്കിൽ ആ വന്യമൃഗങ്ങൾ ശല്യത്തോടൊപ്പം തന്നെ ഈ മേഖലയിലെ ആൾക്കാർ ഇപ്പോൾ ടാറിങ് കഴിഞ്ഞ ഒരു റോഡിൻ്റെ കട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി തവണ സർക്കാരിനോട് അപേക്ഷിച്ചിട്ടും അതിൽ പരിഹാരം കാണാത്തതാണ്. കാരണം തമിഴ്നാടിനെയും കേരളത്തെയും ഏറ്റവും കൂടുതൽ ബന്ധിപ്പിക്കുന്ന കോന്നി കല്ലേലി അച്ചൻകോവിൽ റോഡിൻ്റെ ഈ ടാറിങ് ഇളകിപ്പോയതിനു ശേഷം ഇവിടുന്ന് കോന്നിയിൽ നിന്നും ഏകദേശം 15 കിലോമീറ്ററോളം ദൂരത്തുള്ള കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിലേക്കും മറ്റും നിരവധി യാത്രകൾക്കും തീർത്ഥാടകർക്കും ഭക്തജനങ്ങൾക്കും ഒപ്പം നാട്ടുകാർക്കും എത്തുന്ന ഈ റോഡിൻ്റെ ടാറിങ് അപകടത്തിനും ഗതാഗത തടസ്സത്തിനും മറ്റും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടും വനം വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള റോഡായതുകൊണ്ടാണ് അധികൃതർ ഈ റോഡിന്റെ അലാഭം കാണിക്കുന്നതെന്നാണ് നമുക്ക് നാട്ടുകാരോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. 2 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട്. ഞാൻ കുഞ്ഞിലെ ജനിച്ചു വളർന്ന സ്ഥലമാണ്. എനിക്കറിയാം ഇത്. ടാർ ചെയ്തപ്പോൾ തന്നെ ഇത്രയും വീതിക്ക് ചെയ്തുള്ളൂ. പിന്നെ ഈ മണ്ണെല്ലാം കൂടെ ഒലിച്ചു പോയി വരുന്ന വണ്ടി 2 വണ്ടി വന്നാൽ അവിടുന്ന് ഒരു കാറും ഇവിടുന്ന് ഒരു കാറും പോയാൽ പോകത്തില്ല. ഇവിടെ പിന്നെ കിടന്ന് ഇവിടെ ഒരുത്തന്നെ ഇറക്കത്തുമില്ല. ടാറിങ് ആരും ഇറക്കത്തില്ല. പിന്നെ വണ്ടിയല്ല ഇവിടെ ബ്ലോക്കാണ്. ടാർ ചെയ്ത പിന്നെ ഇവിടെ ആരും ഒന്നും ചെയ്തില്ല. മണ്ണ് പോലും വെട്ടിയിടാൻ ഫോറസ്റ്റുകാർ സമ്മതിക്കുന്നില്ല.
ഈ വനവകുപ്പിന്റെ ആൾക്കാർ ഒന്നും ചെയ്യും സമ്മതിക്കത്തില്ല. പേപ്പർ ഇത് അന്ന് വന്ന മന്ത്രി കൂടെ പറഞ്ഞാൽ ചെയ്തേക്കാന്ന് പറയാം. ഇതുവരെ കാര്യങ്ങളൊന്നും നടന്നിട്ട് ഇത് ഒരു മീറ്റർ അപ്പുറം വാർത്ത തന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആരും എടുക്കണം, ആരും ചെയ്യത്തില്ല. മണ്ണ് പോലും സമ്മതിക്കും. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. വണ്ടിയൊക്കെ ഇട്ട് അങ്ങല്ലേ പോയി കൊണ്ടിരുന്നു. ഒരു സൈഡേ വണ്ടി ഇടുന്നുള്ളൂ. അവർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒറ്റ സൈഡേ വണ്ടി ഇടുന്നുള്ളൂ. ഒരു സൈഡ് വണ്ടി ഇടുന്നു, ഒരു സൈഡ് കാലി കിട്ടേക്ക്, എന്നിട്ട് ഇറങ്ങി പോകത്തില്ല ആരും. കഴിഞ്ഞിടയ്ക്കാന്ന് ഒരു ഇടിച്ച് വണ്ടിക്കാരെ ഇടിച്ച് ഒരു പെണ്ണുമ്പോൾ ഉച്ചയും കുത്തിപ്പോയി ഒരു കാലെ കൂടിഞ്ഞ് ഈ ടാറിങ്ങി ചവിട്ടി ചവിട്ടി വീണ് അവിടുത്തെ വണ്ടി കാലെ കയറി അങ്ങനെയൊക്കെയുള്ള ഭയങ്കര വിഷയങ്ങൾ അവിടെ നടക്കുന്നത്. ഞായറാഴ്ചയൊക്കെ ഇവിടെ ഭയങ്കര തിരക്ക് വരുമ്പോൾ ഇവിടെ ഒഴിയാൻ സ്ഥലമില്ല. ആൾക്കാർക്ക് പോലും നിന്ന് ഒഴിയാൻ സ്ഥലമില്ല. ആകെ അളന്ന് നോക്കുക 2.5 മീറ്ററിൽ കൂടുതൽ വീതിയില്ല ഈ റോഡിന്. 2.5 മീറ്റർ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. മറ്റുള്ള നാട്ടുകാർക്കും ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടെ. എന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡിൽ കുറച്ച് മണ്ണിട്ട് നമുക്ക് നികത്താൻ പോലും സമ്മതിക്കില്ല അവർ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മണ്ണിട്ടാൽ പോലും അവർ അധികൃതർ വന്നിട്ട് ഇത് മാറ്റണം. നമ്മളിവിടെ KSRTC ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വരെ അഴിച്ചു മാറ്റാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരു സഹായം നമുക്ക് കിട്ടുന്നില്ല. ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി എടുത്തിറക്കാം. നമ്മളെ ഭക്തജനങ്ങൾ ഒരിക്കലും കയർത്ത് സംസാരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്തൊരു ചെറിയ കാർ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ നല്ല ഈ കട്ടിങ്ങിൽ ഇറങ്ങി കഴിഞ്ഞാൽ കയറാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ തള്ളിക്കൊടുക്കുക അടിഭാഗം അവർക്ക് നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്ത് മാറ്റാൻ പറയാൻ പറ്റില്ല. പുറകെ വരുന്ന വാഹനത്തിലുള്ള ആൾക്കാർ വഴക്കും ഭയങ്കര ബ്ലോക്കാവും ഇവിടെ. ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിന്ന് തിരിയാൻ പറ്റില്ല. 4 സെക്യൂരിറ്റി ഉണ്ട്. 4 സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഭക്തരോടൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഊരാളി അപ്പൂപ്പൻ ലോക പ്രശസ്തമാണ്. അപ്പൊ അത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വയനാട് അങ്ങ് അറ്റം മുതൽ ഇങ്ങനെ അറ്റം വരെ ആൾക്കാർ വരുന്നത്. അപ്പൊ നമ്മള് അവരോട് സഹകരിച്ചു പോകാൻ പറ്റും. അപ്പൊ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയായിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പൊ നാട്ടുകാരുടെ സമഫലമായി ഇവിടെ മണ്ണും മറ്റും ഇട്ടിട്ടെങ്കിലും പക്ഷെങ്കിൽ വനം വകുപ്പ് അത് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. മറ്റുള്ള ഒരു ഭക്തൻ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? യാത്രക്കാർക്ക് തന്നെ നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശം ഈ കല്ലേരി ഭാഗത്തുള്ള അമ്പലത്തിനടുത്ത് പറഞ്ഞാൽ നേരത്തെ ഇപ്പോൾ വിദേശികളോട് വരെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ എന്തോലും ഒരു കാര്യങ്ങളൊരു കല്ലിട്ട് ഈ സൈഡൊന്ന് റെഡിയാക്കി അല്ല ഒരു വീലയിലും കയറിപ്പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് അതിൻ്റെ കാര്യത്തിന് വേണ്ടി എടുത്തു വെച്ചാൽ തന്നെ അവർ വന്ന് നമുക്ക് ബുദ്ധിമുട്ട് വർഷങ്ങളായിട്ട് ഇങ്ങോട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഗവൺമെൻറ് ഇവിടുന്ന് വർഷങ്ങളായിട്ട് ഓരോ മന്ത്രിമാരാണെങ്കിലും എല്ലാ വ്യക്തികളുടെ വന്ന് അത് പരിഹാരം കാണാൻ എടുക്കുക എന്നെല്ലാം പറഞ്ഞു പോയതല്ലാതെ ഇന്ന് വരെ ഒരു കാര്യങ്ങളും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു കാരണം ബുദ്ധിമുട്ട് നമുക്ക് ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇവിടുത്തെ തന്നെ അനേക ഭക്തരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുക, ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞാൽ കൊണ്ട് രാവിലെ വരുന്ന ആൾക്കാർ തന്നെ തിരക്ക് കാരണം അവർ ഉച്ച കഴിഞ്ഞ് 4 മണിയൊക്കെ ഇവിടുന്ന് പോകണമെങ്കിൽ അത്ര തിരക്ക് ഇവിടെ നടക്കുമ്പോഴും നമുക്ക് ഈ ഒരു റോഡിനെ സംബന്ധിച്ചും ഈ വഴിയെ സംബന്ധിച്ചും അപ്പോൾ വഴി സൗകര്യം ഇല്ല എന്ന് അതുകൊണ്ട് നിങ്ങളിവിടെ വരണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരോട് വിരോധപ്പെട്ട ഒരു കാര്യങ്ങൾ പറയാനും പറ്റത്തില്ല. ഒന്നുമല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ ഭക്തരും നമ്മളും ആകെപ്പാടെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലായിട്ട് വരും. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും നമുക്ക് അസുഖം ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഈ അപ്പൂപ്പൻകാവ് സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെ തുടർന്നും റോഡിന് അസൗകര്യം ഇല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് തുടർന്ന് പോകാനൊക്കെ ഉണ്ട്. എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് വലിയ സഹായങ്ങൾ ചെയ്തു തരണമെന്ന് പറയാനുള്ളൂ ഞങ്ങൾക്ക്. ഇപ്പൊ ഈ തുലാമാസം മഴ ശക്തമായി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഭക്തരും അല്ലെങ്കിൽ ഈ അമ്പലത്തിലെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ മണ്ണ് ഇറക്കിയെങ്കിൽ തന്നെയും ശക്തമായ ആ മഴയത്ത് ഈ മണ്ണെല്ലാം ഒലിച്ച് ഇപ്പോൾ തിട്ട കാണാവുന്ന സ്ഥിതിയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ വീണ്ടും നോക്കിക്കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അപ്പൂപ്പൻകാവ് ഭയങ്കര തിരക്കാണ്. നല്ല എങ്ങനെ പോയാലും ഒരു ഞായറാഴ്ച തന്നെ വളരെ ഒത്തിരി ജനങ്ങൾ ഇവിടെ വന്ന് കയറുന്നതാണ്. അവർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അധികാരപ്പെട്ടവർ, അതായത് കാവിൻ്റെ അധികാരപ്പെട്ടവർക്ക് ഇത് ഈ റോഡിൻ്റെ 2 സൈഡ് പണിയാൻ പറ്റത്തില്ലയോ, നിങ്ങൾ എത്രയും പെട്ടെന്ന് പണിയാനുള്ള മാർഗ്ഗങ്ങൾ നോക്കണം. ഞങ്ങൾക്കാണെങ്കിൽ ആ കാവിൻ്റെ ആ ഭാഗം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇവിടുന്ന് ഒരു ചെറിയൊരു കല്ല് പോലും മാറ്റാനുള്ളൊരു സാഹചര്യമില്ല. ആയതുകൊണ്ട് കഴിഞ്ഞ തവണ തന്നെ കണ്ടോ ഒരു പൊടിക്കുഞ്ഞിൻ്റെ ദേഹത്തൂടെ വണ്ടി കയറാഞ്ഞതിൻ്റെ കാരണം ഈ പൊടിക്കുഞ്ഞാണെങ്കിൽ ഈ കട്ടിങ്ങിൻ്റെ സൈഡിലാണ് കിടന്നത്, മനസ്സിലായോ? അതുകൊണ്ടാണ് മണ്ടേ കയറാന്ന്. അല്ലെങ്കിൽ ആ കൊച്ചിന് എന്തെങ്കിലും ആ പൊടിക്കുഞ്ഞ് എന്തെങ്കിലും പറ്റി മരിച്ചുകൊണ്ട് ആ ഒരു അവസ്ഥ വന്നതാണ്. അപ്പോൾ എന്തോ ഭാഗം കൊണ്ട് ആ കൊച്ച് ആ റോഡിൻ്റെ സൈഡിലായിക്കൊണ്ട് വണ്ടി മണ്ടേ കൂടെ കയറി അങ്ങ് മാറി. അതുകൊണ്ടാണ് ആ കൊച്ചിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നത്. അവസാനമായിട്ട് ഇത് നിങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ അല്ലെങ്കിൽ വനം വകുപ്പ്, ഇവിടുത്തെ MLA, മന്ത്രിമാർ എല്ലാവരോടും കൂടി, കാരണം പ്രത്യേക ലോകപ്രശസ്തമായ ഒരു ക്ഷേത്രം കൂടി കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് ഇപ്പം ശബരിമല സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. പിന്നെ അന്യസംസ്ഥാനത്തു നിന്നും പോകുന്ന വലിയൊരു പാതയാണ്. ഇതിന്റെ ഈ അടിയന്തരമായി ഇതിനൊരു ശാശ്വത പരിഹാരം എങ്ങനെ? ഭരണസമിതി എല്ലാ പേപ്പർ വർക്കുകളും ചെയ്തതാണ് കൊടുത്തിരിക്കുന്നത്. ഈ സർക്കാർ തന്നെ വേണം ഇതിന്റെ നടപടി എടുക്കാൻ വേണ്ടിയുള്ളത്. അതായത് ഒന്നാമത് മണ്ഡലകാലം ആരംഭം തുടങ്ങുകയാണ്. ശബരിമല അച്ചൻകോവ് റോഡ്, ശബരിമല
ഈ കാവ് വഴി പോകുന്ന റോഡ് എല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ റോഡ് നന്നാക്കി തരണം. അതിന് സംബന്ധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണം. പല പല ബുദ്ധിമുട്ടാണ്. ഈ ഇടയ്ക്ക് തന്നെ അവിടെ ഒരു ഓട്ടം പറഞ്ഞു, ഓടിക്കുഞ്ഞുങ്ങളെ കൊണ്ടൊരു ഓട്ടം പറഞ്ഞു. ഈ കട്ടിങ് കാരണമാണ് ഓട്ടം പറഞ്ഞത്. അത് ആരും പറഞ്ഞിട്ടില്ല, ഇതുവരെ ആരും പറഞ്ഞില്ല. ഓട്ടം പറഞ്ഞു ഈ റോഡ് എത്രയും പെട്ടെന്ന് വൃത്തിയായി തരാനുള്ള കടമ ഈ സർക്കാരിനുണ്ട്. സർക്കാർ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളിൽ തരണമെന്നാണ് ഞാൻ കാവുമായിട്ടുള്ള നമുക്ക് പറയാനുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ നിന്നും മറ്റ് തമിഴ്നാട്ടിലേക്ക് 37 കിലോമീറ്റർ ദൂരമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡ് കടന്നു പോകുന്നത്. കോന്നി കല്ലേലി അച്ചൻകോവിൽ റോഡ്. ഇതിൻ്റെ ഈ ടാറിങ് പൂർത്തിയായെങ്കിലും ഇതിൻ്റെ സംരക്ഷണ ഭിത്തി അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ നിർമ്മിച്ച് നൽകിയില്ലെങ്കിൽ ഈ കാവിൽ ഉൾപ്പെടെയുള്ള നാട്ടുകാരും ഭക്തജന സമൂഹവും വലിയൊരു സമരത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി കോന്നിയിൽ നിന്നും ക്യാമറാമാൻ പ്രദീപ്